കണ്ടക്ടർമാരുടെ കുറവ് മൂലം ഇന്നലെ 1000-ഓളം സർവീസുകൾ വെട്ടിച്ചുരുക്കിയെങ്കിലും വരുമാനത്തെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് കെഎസ്ആർടിസി. 7 ലക്ഷം രൂപയായിരുന്നു ഇന്നലത്തെ വരുമാനം. ഇന്നലെ 62 പേർ കൂടി ജോയിൻ ചെയ്തതോടെ ആകെ 1532 പേർ കണ്ടക്ടർ തസ്തികയിലേക്ക് പുതിയതായി എത്തി. കൂടുതൽ വിവരങ്ങളുമായി കെ.ജി. ദിനകർ ടെലിഫോണിൽ ചേരുകയാണ്. ദിനകർ, എത്രത്തോളം പുതിയ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്? ഒപ്പം തന്നെ ഇന്നത്തെ സർവീസുകൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? കണ്ടക്ടർമാരുടെ ക്ഷാമം മൂലം ഇന്നലെ 998 സർവീസുകളാണ് റദ്ദാക്കിയത്. സർവീസുകൾ വെട്ടിക്കുറച്ചുവെങ്കിലും വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല എന്നാണ് കെഎസ്ആർടിസി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 7 കോടി 7 ലക്ഷം രൂപയാണ് ഇന്നലത്തെ മാത്രം വരുമാനം. ഇന്നും ഏകദേശം 1000-ഓളം സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. അതേസമയം ഇന്നലെ 60 പേർ കൂടി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതോടെ 1532 പേരാണ് പുതുതായി കണ്ടക്ടർ ജോലിക്കായി എത്തിയത്. അഡ്വൈസ് മെമ്മോ അയച്ച ഉദ്യോഗാർത്ഥികൾക്ക് 45 ദിവസത്തിനകം ജോയിൻ ചെയ്താൽ മതി എന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നുണ്ട്. ഏതാണ്ട് 4500 പേർക്കാണ് അഡ്വൈസ് മെമ്മോ അയച്ചിരിക്കുന്നത്. ഇവർക്ക് 45 ദിവസം സമയപരിധി ഉണ്ട് എന്നതിനാൽ അതിനുള്ളിൽ ജോയിൻ ചെയ്താൽ മതിയാകും. ജോലിയിൽ പ്രവേശിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും കണ്ടക്ടർ ലൈസൻസ് ഇല്ല എന്നതും ഒരു പ്രശ്നമാണ്. അവർക്ക് എത്രയും വേഗം ലൈസൻസ് ശരിയാക്കി അതിനുശേഷം ആയിരിക്കും ഇവർ ജോലിയിൽ പ്രവേശിക്കുക. ഒപ്പം ചെറിയ രീതിയിലുള്ള പരിശീലനവും ഇവർക്ക് ആവശ്യമായി വരും. കെഎസ്ആർടിസി സ്പെഷ്യൽ റൂൾസ് അനുസരിച്ച് കണ്ടക്ടർ ലൈസൻസ് അനിവാര്യമാണ്. അതേസമയം PSC വഴിയുള്ള നിയമനം പൂർത്തിയാകുന്ന മുറയ്ക്ക് താൽക്കാലിക ജീവനക്കാർക്ക് അല്ലെങ്കിൽ PSC വഴിയുള്ള നിയമനം പൂർത്തിയാകാൻ താമസം വരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതിനുള്ള ഒരു നീക്കം കൂടി ആലോചിക്കുന്നുണ്ട്. അതായത് ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട കണ്ടക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് കെഎസ്ആർടിസി ആലോചിക്കുന്നത്. അതും കെഎസ്ആർടിസി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിയമസാധുത പരിശോധിച്ച് വേണ്ടത് ചെയ്യാം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നീക്കം കൂടി കെഎസ്ആർടിസി അധികൃതർ നടത്തുന്നത്. അതേസമയം പിരിച്ചുവിടപ്പെട്ട കണ്ടക്ടർമാരുടെ ലോങ് മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചു. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന ലോങ് മാർച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഏത് വിധേനയും പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി കെഎസ്ആർടിസി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. വ്യക്തമാണ്. കെഎസ്ആർടിസി പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. 1532 പേർ കണ്ടക്ടർ തസ്തികയിലേക്ക് പുതിയതായി എത്തിയെന്നും കെ.ജി. ദിനകറാണ് റിപ്പോർട്ട് നൽകിയത്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളത്തിന് 1ാം സ്ഥാനം. യുഎന്നിന്റെയും ഗ്ലോബൽ ഗ്രീൻ ഗ്രോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സഹായത്തോടെ നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക അടിസ്ഥാനത്തിലാണ് കേരളത്തിന് 1ാം സ്ഥാനം. നല്ല ആരോഗ്യം, കുറഞ്ഞ പട്ടിണി നിരക്ക്, ലിംഗസമത്വം, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് കേരളത്തിന് ഉയർന്ന റാങ്ക് ലഭിച്ചത്. അതേസമയം BJP നേതൃത്വം നൽകുന്ന സർക്കാരുകളുള്ള 3 സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. നീതി ആയോഗ് വെള്ളിയാഴ്ച പ്രകാശനം ചെയ്ത സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലാണ് കേരളം 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. മെച്ചപ്പെട്ട ആരോഗ്യം, കുറഞ്ഞ പട്ടിണി നിരക്ക്, ലിംഗസമത്വം, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ടു നിൽക്കുന്നതായി റിപ്പോർട്ട് വിലയിരുത്തുന്നു. മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന പട്ടികയിലാണ് കേരളത്തിന്റെ സ്ഥാനം. 69 പോയിന്റുള്ള കേരളത്തിനൊപ്പമുള്ള മറ്റൊരു സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 17 ലക്ഷ്യങ്ങളിലെ മൊത്തം പ്രകടനം കണക്കാക്കിയാണ് സ്കോർ നിർണയിച്ചത്. സൂചിക പ്രകാരം ഏറ്റവും മോശം നിലവാരത്തിലുള്ളത് ഉത്തർപ്രദേശാണ്. ബീഹാർ, അസം എന്നിവയും മോശം നിലവാരമുള്ള സംസ്ഥാനങ്ങളിൽപ്പെടുന്നു. BJP നേതൃത്വം നൽകുന്ന സർക്കാരുകളാണ് ഇവിടെ അധികാരത്തിലെന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചണ്ഡീഗഡാണ് 1ാമത്. യുഎന്നിന്റെയും ഗ്ലോബൽ ഗ്രീൻ ഗ്രോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സഹായത്തോടെയാണ് നീതി ആയോഗ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക അടിസ്ഥാന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദില്ലിയിൽ നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ, CEO അമിതാഭ് കാന്ത്, UN റെസിഡന്റ് കോർഡിനേറ്റർ യൂറി അഫ്നാസ് തുടങ്ങിയവർ ചേർന്നാണ് ഇന്നലെ റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം കിളിനക്കോട് പെൺകുട്ടികളെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. യൂത്ത് ലീഗ് കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. വേങ്ങര കിളിനക്കോട് സ്വദേശികളായ ഷംസുദ്ദീൻ, സുഹൃത്തുക്കളായ സാദിഖ് അലി, അബ്ദുൽ ഗഫൂർ, ഹൈദരലി, ലുഖ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. യൂത്ത് ലീഗ് കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റാണ് ഷംസുദ്ദീൻ. പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്ന മെസ്സേജുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ഇവരാണ്. പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മാരേജ് ഫംഗ്ഷന് വന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് സെൽഫി ഫോട്ടോസും വീഡിയോസും എടുത്ത് അതിപ്പോൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നാട്ടുകാരും മറ്റു ആളുകളും ഫേസ്ബുക്കിലൂടെയും മറ്റും സൈബർ ആക്രമണങ്ങൾ ഈ
വീഡിയോസിനെ ചൊല്ലിയും ഫോട്ടോസിനെ ചൊല്ലിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ ഈ കുട്ടികൾ ഈ ആക്രമണത്തെക്കുറിച്ച് വന്ന് സ്റ്റേഷൻ പരാതിപ്പെടുകയും അവർക്ക് മാനഹാനിയെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരൂരങ്ങാടി സ്വദേശികളായ പെൺകുട്ടികൾ കിളിനക്കോട് സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിനെത്തിയതായിരുന്നു. ഇതിനിടെ ആൺസുഹൃത്തുക്കൾക്കൊപ്പം സെൽഫി എടുത്തത് ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ പെൺകുട്ടികൾ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ നൽകി. പിന്നാലെയാണ് പെൺകുട്ടികളെ അധിക്ഷേപിച്ച് ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലായേക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കേരളത്തിനായി പ്രളയ സെസ് എന്ന ആവശ്യം GST കൌൺസിൽ ഇന്ന് പരിഗണിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഇത് സംബന്ധിച്ച ഉപസമിതി റിപ്പോർട്ട് ഇന്ന് പരിഗണിക്കുമെന്നും മന്ത്രി. GST നിരക്ക് 18% ഉൽപ്പന്നങ്ങൾ, സേവനം എന്നിവയെ അധിഷ്ഠിതമാക്കി നിലപാട് എടുക്കും. GST കൌൺസിൽ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, യോഗം ആരംഭിച്ചോ? തോമസ് ഐസക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? GST കൌൺസിലിന്റെ 31ാമത് യോഗം ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയോടെ കാണുന്നത് കേരളത്തിന് പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിച്ച കേരളത്തിന് പ്രളയ സെസ് എന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 30ാമത് GST കൌൺസിൽ യോഗം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ പ്രളയ ദുരന്തം അനുഭവിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി പണം നൽകാൻ ഒരു പ്രത്യേക സെസ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു ആ കൌൺസിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരു GST കൌൺസിൽ ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിരുന്നു. ആ ഉപസമിതി പ്രധാനമായും ഇത്തരം ഒരു സാധ്യതകളെ പഠിക്കുവാനായിരുന്നു തീരുമാനിച്ചത്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ഈ GST കൌൺസിൽ 31ാമത് GST കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ധനമന്ത്രി. ആ ഒരു ഉപസമിതി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ ആശ്രയിച്ചായിരിക്കും കേരളത്തിന്റെ പ്രളയ സെസുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. എത്രത്തോളം തുക ഈ രീതിയിൽ ലഭിക്കുമെന്നതിനെ സംബന്ധിച്ച് ആ ഒരു റിപ്പോർട്ടിലായിരിക്കും ഒരു സൂചനകൾ ലഭിക്കാൻ സാധ്യതയുള്ളത്. അതേസമയം തന്നെ നേരത്തെ പ്രധാനമന്ത്രി ഒരു വിവാദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് 28% GST നിരക്ക് ഈടാക്കുന്ന 99% വസ്തുക്കളെയും 18% സ്ലാബിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തിയത്. അത് ഭരണഘടനാ വിരുദ്ധമായി ഉള്ള ഒരു പ്രസ്താവനയാണ്. GST കൌൺസിലിന്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെ കവർന്നെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് എന്ന് ബംഗാൾ ധനമന്ത്രി ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയവും ഏതായാലും GST കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വരും. പ്രധാനമായും GST നിരക്ക് 18% കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കണമെന്നും ഒരുപക്ഷെ GST കൌൺസിൽ ചർച്ച ചെയ്തേക്കും. പ്രധാനമായും ഈ 28 സ്ലാബിലുള്ള വസ്തുക്കൾ ഭൂരിഭാഗവും നോൺ ലക്സറി ഐറ്റംസ് ആണ് എങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് പിന്തുണ നൽകാം എന്നുള്ള ഒരു നിലപാടിലാണ് കേരളമുള്ളത്. സാധാരണക്കാരെ ബാധിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് 28% നിരക്കിൽ നിന്നും 18% ആക്കുന്നതിൽ കേരളത്തിന് എതിർപ്പില്ല എന്നുള്ള നിലപാടാണ് കേരളത്തിന് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ ആഡംബര വസ്തുക്കളുടെ നിരക്ക് 28% നിന്നും 18% ആക്കേണ്ടതില്ല എന്നുമുള്ള അഭിപ്രായമാണ് കേരളത്തിനുള്ളത്. അതേസമയം തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മധ്യവർഗ സമൂഹത്തെ ആകെ തന്നെ ആകർഷിക്കാനുള്ള ഒരു ആയുധമാക്കി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പൊതു നിലപാട് കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം 28% എന്നുള്ള ആ നിരക്കിൽ നിന്നും 18%-ലേക്കാക്കുമ്പോൾ അതിന്റെ ഭൂരിഭാഗം ഗുണവും ലഭിക്കാൻ വേണ്ടി പോകുന്നത് മധ്യവർഗ സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ലാബ് സംവിധാനം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. ഏതായാലും ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിൽ ഇന്ന് GST കൌൺസിൽ യോഗം തീരുമാനമെടുക്കും. ഒന്ന് പ്രളയ സെസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഈ 28% സ്ലാബിൽ നിന്നും 18%-ലേക്ക് 99%-ഓളം വരുന്ന വസ്തുക്കളെയും കൊണ്ടുവരണമോ എന്നുള്ള കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളിൽ എന്തൊക്കെ തീരുമാനം GST കൌൺസിൽ എടുക്കുമെന്ന് തന്നെയാണ് ഇന്ന് അറിയാൻ വേണ്ടി പോകുന്നത്. ശരത്ത്, ഈ പ്രളയ സെസ് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാവുന്നുണ്ട്. റിപ്പോർട്ടിലെ ഡീറ്റെയിൽസ് ലഭ്യമായിട്ടുണ്ടോ? ഈ ദുരിതാശ്വാസ സെസ്സിന് അനുകൂലമായ റിപ്പോർട്ടാണോ ഇന്ന് ചർച്ചയാകുന്നത്? ഒപ്പം തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ അതിനെ മറ്റു സംസ്ഥാനങ്ങൾ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്?
ജോർജറ്റ്, ഏതായാലും GST കൗൺസിൽ നേരത്തെ രൂപീകരിച്ച ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇന്ന് പരിഗണിക്കുമെന്നുള്ള ഒരു വ്യക്തമായ ഒരു വാക്ക് മാത്രമാണ് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള റിപ്പോർട്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഈ യോഗത്തിലായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുക. അതിനുശേഷം ആയിരിക്കും അതിലെ വിശദാംശങ്ങൾ ലഭിക്കാൻ സാധ്യത. അതേസമയം തന്നെ ഇത് കേരളത്തിന് മാത്രം എന്നുള്ള നിലയിലേക്ക് ആകുന്നതിന് പകരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ പ്രളയ ദുരിതം അനുഭവിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ തന്നെ വേണ്ടി ഇത്തരം ഒരു സെസ് ഏർപ്പെടുത്തുന്നതിന്റെ ഒരു ആലോചനയായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതിയിൽ രാജ്യത്താകമാനമുള്ള ഒരു പ്രളയ സെസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിരുന്നു പ്രളയവുമായി ബന്ധപ്പെട്ട് സെസ്സുമായി ബന്ധപ്പെട്ട് ഉപസമിതി തീരുമാനിച്ചത് എന്നാണ് നേരത്തെ കഴിഞ്ഞ GST യോഗത്തിന് ശേഷം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വ്യക്തമാണ്. ദില്ലിയിൽ GST കൗൺസിൽ യോഗം പുരോഗമിക്കുന്ന വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ജാമ്യാപേക്ഷയിൽ ദില്ലി പാട്യാല ഹൌസ് കോടതി ഇന്ന് വിധി പറയും. പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറാണ് വിധി പ്രസ്താവിക്കുക. മിഷേലിന്റെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് ജാമ്യാപേക്ഷ എതിർത്ത് CBI ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യാപേക്ഷയ്ക്കൊപ്പം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. വിദേശത്തേക്ക് പോകാൻ അനുമതി ആവശ്യപ്പെട്ടുള്ള കേസിൽ പ്രതിയായ മുൻ എയർഫോഴ്സ് മേധാവി SP ത്യാഗിയുടെ അപേക്ഷയിലും കോടതി നിലപാട് വ്യക്തമാക്കിയേക്കും. മണ്ഡല തീർത്ഥാടനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തിരക്കേറുന്നു. അതേസമയം ശബരിമലയിലേക്ക് വനിതകൾ എത്തുമെന്ന പ്രചരണത്തെ തുടർന്ന് പോലീസ് സുരക്ഷ ശക്തമാക്കി. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്നെത്തിയ യുവതി പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് മടങ്ങിയിരുന്നു. വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് സമീർ തത്സമയം ചേരുകയാണ്. സമീർ, തീർത്ഥാടനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പമ്പയിൽ എത്രത്തോളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്? മറ്റു വിവരങ്ങൾ എന്താണ്? മണ്ഡലകാലം അവസാനിക്കാൻ നാളുകൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പമ്പ വഴി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായതിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയത് ഇന്നലെയാണ്. നേരത്തെ 91,000 പേരായിരുന്നു എത്തിയിരുന്നത്. എങ്കിൽ ഇന്നലെ ഒടുവിലെ കണക്ക് അനുസരിച്ച് 97,384 ഭക്തരാണ് ഇന്നലെ മാത്രം പമ്പ വഴി സന്നിധാനത്തേക്ക് എത്തിയത്. ഈ വിധത്തിൽ കാനനപാതയിലൂടെയും അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നു. അങ്ങനെ 1,00,000-ഓളം തീർത്ഥാടകർ ഓരോ ദിവസവും ഇനിയുള്ള ഓരോ ദിവസവും എത്തും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. പ്രത്യേകിച്ചും 27-ന് മണ്ഡലകാല അവസാനിക്കുകയാണ്, 27-ന് നട അടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അയ്യപ്പന്മാർ ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്തെത്തും. അയ്യപ്പ ദർശനം നടത്തിക്കൊണ്ട് പുണ്യം തേടിക്കൊണ്ട് തിരിച്ചിറങ്ങും. അതിനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളോടുകൂടി തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിയ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ചെന്നൈയിൽ നിന്നുമുള്ള വനിതാ സംഘം സന്നിധാനത്തേക്ക് എത്തുകയാണ് എങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഒരുപക്ഷെ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം, തുലാമാസ പൂജകൾക്കും അതോടൊപ്പം തന്നെ ചിത്ര ആട്ട വിശേഷത്തിനുമായിക്കൊണ്ട് നട തുറന്നപ്പോൾ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വനിതകൾ സന്നിധാനത്തേക്ക് പുറപ്പെടുകയും അത് നിലയ്ക്കൽ ഉൾപ്പെടെ എത്തുമ്പോഴേക്ക് തന്നെ വലിയ രീതിയിൽ അത് അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. RSS BJP സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യപ്പന്മാർ എന്ന വ്യാജേന എത്തുകയും പിന്നീട് യഥാർത്ഥ അയ്യപ്പന്മാരെയും അതോടൊപ്പം തന്നെ വനിതകളെയും മാധ്യമപ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഈ മണ്ഡലകാലം അവസാനിക്കണം. അതിനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെയും അതോടൊപ്പം തന്നെ സൈനിക ഉദ്യോഗസ്ഥരുടെയൊക്കെ വലിയ സഹായത്തോടു കൂടി തന്നെ സഹകരണത്തോടു കൂടി തന്നെ ഒരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, പമ്പ വഴി സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഇതേ വിധത്തിൽ തന്നെയാണ് ഇടമുറിയാതെ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിന് ഒരു കുറവും വന്നിട്ടില്ല. ഇതുവരെയുള്ള കണക്കനുസരിച്ച്, ഇന്നത്തെ മാത്രം കണക്കനുസരിച്ച് 50,000-ൽ-അധികം അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് പമ്പ വഴി തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് വ്യക്തമാവുന്നത്. എന്തായാലും ഇന്നും 1,00,000-ഓളം ഭക്തർ പമ്പ വഴി തന്നെ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെയുള്ള കണക്കുകളും അക്കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥ അയ്യപ്പന്മാർക്ക് ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടില്ലാതെ വളരെ ഭംഗിയായിക്കൊണ്ട് അയ്യപ്പ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിയൊരു ആശങ്കയുള്ളത് ചെന്നൈയിൽ നിന്നുള്ള സംഘം വരികയാണ് എങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അക്രമ സംഭവം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയാണ്. ആ ഒരു ആശങ്കയ്ക്ക് വലിയ അർത്ഥമില്ല എന്ന് തന്നെയാണ് സമീർ. അത് തന്നെയാണ് ഈ ആശങ്കകൾ, ഈ അഭ്യൂഹങ്ങളൊന്നും തീർത്ഥാടനത്തിനെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണോ ഈ തീർത്ഥാടകരുടെ ഒഴുക്ക് സൂചിപ്പിക്കുന്നത്? പ്രതിദിനം 1 ലക്ഷത്തോളം ആളുകളാണ് ഈ മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ അഭ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്ക് ഒരു എക്സ്ട്രാ നിയന്ത്രണങ്ങൾ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ? എന്താണ് അവിടുത്തെ അത്തരത്തിലുള്ള അവസ്ഥ? തീർത്ഥാടകർക്ക് ആശങ്കകൾ ഇല്ല എന്ന് തന്നെയാണോ? അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു നേരിയ ആശങ്ക ഏതാനും അയ്യപ്പന്മാർ പങ്കുവെക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വിധത്തിലുമുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് IG കാശിമിന്റെയും അതോടൊപ്പം തന്നെ DIG സേതുരാമന്റെയും നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു വരുന്നു. പമ്പയിലെ ചുമതലയുള്ള SP കാർത്തികേയൻ ഗോകുലചന്ദ്രൻ അദ്ദേഹം ഈ ഭാഗങ്ങളെല്ലാം തന്നെ എത്തിയിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ ഇടങ്ങളിലും സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലും ഒക്കെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള അക്രമ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും നടന്നു വരികയാണ്. എന്നിരുന്നാലും ഒരു അത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ പോകേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു അയ്യപ്പന്മാരുടെ ഈ ഒരു ഒഴുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിധത്തിലും അയ്യപ്പന്മാർക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അയ്യപ്പന്മാർക്ക് പരമാവധി അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവരുടെ ആക്കത്തിനനുസരിച്ച് പതുക്കെ അവർക്ക് സന്നിധാനത്തേക്ക് എത്താം. തുടർന്ന് അയ്യപ്പ ദർശനത്തിന് ശേഷം തിരിച്ചിറങ്ങാം. അതിന് ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല. നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്നത് ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള നാമജപ യജ്ഞങ്ങളുമായിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതിനെതിരെയാണ്. അതല്ലാതെ ഒരു വിധത്തിലുമുള്ള നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വിധത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ല. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി പേർ ഇനിയുള്ള ദിവസങ്ങളിൽ അയ്യപ്പ ദർശനത്തിനായി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരിയൊരു ആശങ്കയുണ്ടെങ്കിലും അത് ഒരു വിധത്തിലും അയ്യപ്പന്മാരെ ബാധിച്ചിട്ടില്ല. അതിന് ഏതെങ്കിലും വ്യക്തമാണ്. പമ്പയിൽ നിന്ന് സമീർ വാഴങ്ങോഴാണ് വിവരങ്ങൾ നൽകുന്നത്. സുഗമമായ തീർത്ഥാടനം ശബരിമലയിൽ സാധ്യമാകുന്നു എന്നാണ് സമീർ റിപ്പോർട്ട് ചെയ്തത്. കാനനവാസനായ അയ്യപ്പന്റെ കൂട്ടുകാരാണ് കാട്ടുമൃഗങ്ങൾ. ശബരിമലയിൽ എത്തുന്ന ഭക്തന്മാർക്ക് അയ്യപ്പ ദർശനത്തിനൊപ്പം കാട്ടുമൃഗങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന സ്ഥിരം കാഴ്ചകൾ കൂടിയാണ്. കാനനപാതയിലെ കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം പകർത്തുവാനുള്ള കാത്തിരിപ്പാണിത്. ഉറക്കമൊഴിച്ച ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പ്. എന്നാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് കാത്തിരുന്നതൊന്നും വെറുതെ ആയില്ല. നാല് ദിവസം ഉറക്കം കളഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ കാട്ടാനക്കൂട്ടം നമുക്ക് മുന്നിലെത്തിയത്. എന്നാൽ ക്യാമറ കണ്ടത് അവർക്ക് അത്രയങ്ങ് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ 2 പേർ മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യാനും തയ്യാറായത്. മണ്ഡലകാലം ആരംഭിച്ചാൽ അയ്യപ്പ സന്നിധിയിലെ സ്ഥിരം കാഴ്ചയാണ് കാട്ടാനകൾ. കൂട്ടമായും ഒറ്റയ്ക്കും എത്താറുള്ള ഇവർ ആർക്കും ഒരു ശല്യവുമില്ലാതെ വന്നു മടങ്ങും. ഞങ്ങൾക്കൊന്നും ശല്യമല്ല സാർ. പിന്നെ പേടിച്ചിട്ടുണ്ടാവും. ഈ എല്ലാ ദിവസവും പറയാൻ പറ്റില്ല സാർ. 3 ദിവസം കഴിഞ്ഞിട്ട് വരാം, പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ആനകൾക്കൊപ്പം ഒരു സംഘം പന്നികളും ഉണ്ടായിരുന്നു. പക്ഷേ പന്നിക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഇവർക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അയ്യപ്പ സന്നിധി ആയതുകൊണ്ട് തന്നെ ആനക്കൂട്ടത്തിന്റെ നേർക്കുനിന്നുള്ള പോരാട്ടമായിരുന്നു ഞങ്ങളുടെ ക്യാമറമാൻ അഖിലേഷിന്റേത്. ചങ്കിടിപ്പോടെ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുമ്പോൾ ചങ്കുറപ്പോടെ ആനക്കൂട്ടം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അയ്യപ്പ സന്നിധിയിലെത്തിയ കാട്ടുപന്നികൾക്കും കാട്ടാനക്കൂട്ടത്തിനും ആ ചിത്രങ്ങളൊക്കെ പകർത്തിയ ക്യാമറമാൻ അഖിലേഷിനുമൊപ്പം റിനു ശ്രീധർ. ഇടവേള. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ദില്ലിയിൽ സമാപിച്ച കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങളുടെ റിപ്പോർട്ടിംഗും വനിതാ മതിൽ സംബന്ധിച്ച ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. LDF വിപുലീകരണം സംബന്ധിച്ച ചർച്ചയും 2 ദിവസം നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകും. ഈ മാസം 26-ന് LDF യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് ചർച്ച. CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യുവത വനിതാ മതിലിനൊപ്പം എന്ന സന്ദേശവുമായി സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന മഹാസംഗമം കോഴഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു.
നവോത്ഥാന മൂല്യങ്ങളും സ്ത്രീ പുരുഷ സമത്വവും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ആശയ പ്രചാരണത്തിന്റെ ഭാഗമായി ജനുവരി 1 സംഘടിപ്പിക്കുന്ന വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനാണ് നവോത്ഥാന മഹാസംഗമം കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ചത്. ജില്ലയിലെ നവോത്ഥാന ചരിത്ര സ്മാരകങ്ങളിൽ നിന്ന് ആരംഭിച്ച ദീപശിഖാ ജാഥകൾ സമ്മേളന നഗരിയിൽ എത്തിയതോടെയാണ് സംഗമം ആരംഭിച്ചത്. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം അധ്യക്ഷത വഹിച്ച സംഗമം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിന്റെ തുടർ പ്രക്രിയയായ നവോത്ഥാനം ശൂന്യതയിൽ നിന്നല്ല, ഭാരതീയ സംസ്കാരത്തിൽ നിന്നാണ് വളർന്നു വന്നതെന്നും ചരിത്രത്തെ ഓർമ്മിപ്പിക്കാനല്ല, മുന്നിൽ കാണുന്ന അനുഭവങ്ങളോട് യുക്തിപൂർവ്വം പ്രതികരിക്കാനാണ് നവോത്ഥാനം പഠിപ്പിക്കുന്നതെന്നും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു നവോത്ഥാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KPMS ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ, യാക്കോബായ സഭ നിർണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. MLA-മാരായ വീണ ജോർജ്, രാജു എബ്രഹാം, ദേശാഭിമാനി ഡയറക്ടർ KP ഉദയഭാനു, N നിസാമുദ്ദീൻ മൗലവി, മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വനിതാ മതിൽ വിജയിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 24-ന് വീടുകളിലും വാർഡ് തലങ്ങളിലും നവോത്ഥാന ദീപം തെളിയിക്കും. പ്രചരണത്തിന്റെ ഭാഗമായി ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സംഘാടക സമിതിയുടെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കാലിക്കടവ് മുതൽ മാഹി പൂഴിത്തല വരെ 82 കിലോമീറ്ററാണ് കണ്ണൂർ ജില്ലയിൽ വനിതാ മതിൽ ഉയരുക. ജില്ലയിൽ കുറഞ്ഞത് 5 ലക്ഷം പേരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം വിവിധ അനുബന്ധ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സംഘാടക സമിതിയുടെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ദേശീയ ഫെൻസിംഗ് താരം റീഷ പുതുശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീ തുല്യതയ്ക്കു വേണ്ടിയുള്ള മുന്നേറ്റത്തിന്റെ പ്രധാന ചുവട് ആയിരിക്കും വനിതാ മതിൽ. ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ ഇതിൽ പങ്കുചേരാം. ഇത് വിജയകരമായി നടത്താൻ കഴിയട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്ത തിങ്കളാഴ്ച വാർഡ് തലത്തിലും വീടുകളിലും നവോത്ഥാന ദീപം തെളിയിക്കാൻ മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഈ ദീപം തെളിയിക്കൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തിത്വങ്ങളും ബഹുജനങ്ങളും അടക്കം സമ്മേളിക്കുന്ന ഒരു വലിയ സദസ്സായിരിക്കും. അതിലും നല്ല സ്ത്രീ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. 27-ാം തീയതി സമൂഹ ചിത്രരചന, ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് ചലച്ചിത്രയാത്ര, 30-ാം തീയതി സൈക്കിൾ റാലി, ഫ്ലാഷ് മോബ് തുടങ്ങി വിപുലമായ പ്രചരണ പരിപാടികൾ കണ്ണൂർ ജില്ലയിൽ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച മട്ടന്നൂർ PRNS കോളേജിൽ നിന്നും വനിതാ മതിലിന് പിന്തുണയുമായി അധ്യാപകരും വിദ്യാർത്ഥികളും. കോളേജ് അങ്കണത്തിൽ സ്ഥാപിച്ച ഒപ്പുമരത്തിൽ വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പ് രേഖപ്പെടുത്തി. ജനുവരി 1-ന് നടക്കുന്ന വനിതാ മതിലിൽ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ അണിചേരും. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ 1964-ൽ തുടങ്ങിയ കോളേജാണ് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ്. മന്നത്ത് പത്മനാഭന്റെ പിന്മുറക്കാർ എന്നവകാശപ്പെടുന്നവർ നവോത്ഥാന മുന്നേറ്റത്തിന് എതിര് നിൽക്കുകയാണെങ്കിലും കോളേജിലെ വിദ്യാർത്ഥികളുടെ കാര്യം അങ്ങനെയല്ല. വനിതാ മതിലിന് പൂർണ്ണ പിന്തുണയുമായി പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥിനികളും. AKPCTA കോളേജ് അങ്കണത്തിൽ സ്ഥാപിച്ച ഒപ്പുമരത്തിൽ വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 100 കണക്കിന് പേർ ഒപ്പ് രേഖപ്പെടുത്തി. ജനുവരി 1-ന് നടക്കുന്ന വനിതാ മതിലിലും കോളേജിൽ നിന്നും പരമാവധി വിദ്യാർത്ഥിനികൾ അണിനിരക്കും. ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും സദാചാരത്തിന്റെ കണ്ണുകൾ നമ്മുടെ ക്യാമ്പസിനകത്തു നിന്നും ഇന്നും വിട്ടുമാറിയിട്ടില്ല. സ്ത്രീകൾ എന്നും പുരുഷന്മാർക്ക് തുല്യമാണെന്ന് പറഞ്ഞാലും അവരെ ഒരു രണ്ടാം കിടക്കാരായി കാണുന്ന ഒരു സാഹചര്യം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളിവിടെ വളരെ സംയുക്തമായ രീതിയിൽ വനിതാ മതിൽ നടത്തിയിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വനിതാ മതിൽ മുന്നോട്ട് വെക്കുന്ന ആശയം അതീവ പ്രാധാന്യമുള്ളതാണെന്ന് അധ്യാപികമാരും AKPCTA ഭാരവാഹികളും പറഞ്ഞു. മുഴുവൻ അധ്യാപക വിദ്യാർത്ഥി സമൂഹം കേരളത്തിലെ ഈ കെട്ടകാലത്ത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒന്നടങ്കം അണിനിരക്കണമെന്ന ആഹ്വാനപ്രകാരം മുഴുവൻ അധ്യാപക വിദ്യാർത്ഥി സമൂഹവും ഇവിടെ വന്ന് ഒപ്പ് രേഖപ്പെടുത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് അറിയിക്കുന്നു. ഏറെ ആവേശത്തോടെയാണ് വനിതാ മതിലിന്റെ മുദ്രാവാക്യങ്ങൾ കലാലയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ നാഴികക്കല്ലാകാൻ പോകുന്ന വനിതാ മതിലിനെ കേരളത്തിലെ കലാലയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് വനിതാ മതിലിൽ അണിനിരക്കും എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രഖ്യാപനം. മട്ടന്നൂർ PRNS കോളേജിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. ഞങ്ങൾ അശുദ്ധരല്ല എന്ന് പ്രഖ്യാപിച്ചുള്ള വനിതാ മതിലിന്റെ സന്ദേശഗാനം പുറത്തിറങ്ങി. പ്രശസ്ത വിപ്ലവ ഗായിക PK മേദിനിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. മന്ത്രി KK ശൈലജ CD-യുടെ പ്രകാശനം നിർവഹിച്ചു. നവോത്ഥാന മൂല്യങ്ങളെയും സ്ത്രീയുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിനായുള്ള വനിതാ മതിൽ
ഞങ്ങൾ അശുദ്ധരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സന്ദേശഗാനം മതിലിന്റെ ആശയം വിളിച്ചോതുന്നു. ഞങ്ങൾ അശുദ്ധരല്ല, ഞങ്ങൾ ചപരകളല്ല, ഞങ്ങൾ അടിമകളല്ല. പ്രായം തളർത്താത്ത വിപ്ലവസ്വരമായ PK മേദിനിയുടെ ആലാപനം ഗാനത്തിന്റെ മാറ്റുകൂട്ടുന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി KK ശൈലജ നഗരസഭ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാറിന് CD നൽകി പ്രകാശനം ചെയ്തു. MA ബേബി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംവിധായകനും ഗാനരചയിതാവുമായ അനിൽ P നാഗേന്ദ്രന്റെ വരികൾക്ക് ഈണമിട്ടതും PK മേദിനിയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ മതിലിന് പിന്തുണയുമായി ഖദീജ മുംതാസ് വാക്കുകളിലേക്ക്. സവർണ മേൽക്കോയ്മയുടെ ജാതീയമായിട്ട് താണ ആളുകളുടെ ഒരു അവകാശങ്ങളെ കൂടി നിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കടന്നുകയറ്റത്തിനുള്ള ഒരു ഉപകരണമാക്കുകയാണ് ശബരിമലയെ. ഒരുപക്ഷെ രാമക്ഷേത്രം പോലെ തന്നെ, ബാബറി മസ്ജിദ് പോലെ തന്നെ കേരളത്തിൽ അതുപോലെ ഒരു കേന്ദ്രമാക്കിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുകയും ആ വഴിയിലൂടെ സവർണ ആധിപത്യത്തിന് ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കുകയും ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇതെല്ലാം ഒരു ജാതിയുടെ ഒരു മതത്തിൻ്റെയോ പ്രശ്നമല്ല. ജനാധിപത്യ വിശ്വാസം ഉള്ള സ്ത്രീയുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ള എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. പൗരന്മാരെ നിരീക്ഷണ വലയത്തിലാക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയരണമെന്ന് മുഖ്യമന്ത്രി. ഉത്തരവ് പൗരസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും മൗലിക അവകാശത്തിനുമെതിരായ കടന്നാക്രമണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഉള്ളത്. പൗരസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും മൗലിക അവകാശത്തിനുമെതിരെയുള്ള കടന്നാക്രമണം. മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്? ലോകത്ത് പൗരന്മാരെ നിരീക്ഷണ വലയത്തിലാക്കുന്നതിന് എതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏത് പൗരന്റെയും കമ്പ്യൂട്ടറിലെയും മൊബൈൽ ഫോണിലെയും വിവരങ്ങൾ നിരീക്ഷിക്കാനും പിടിച്ചെടുക്കാനും 10 സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പൗരസ്വാതന്ത്ര്യത്തിന്റെയും സ്വകാര്യതയ്ക്കുമുള്ള മൗലികാവകാശത്തിനുമെതിരായ കടന്നാക്രമണമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ ഉത്തരവിന്റെ പരിധിയിൽ നിന്ന് മാധ്യമങ്ങളോ ജനപ്രതിനിധികളോ ജുഡീഷ്യറിയോ പോലും ഒഴിച്ച എന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്കാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നത് എന്ന അപകട സൂചനയാണ് നൽകുന്നത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിൽ BJP സർക്കാർ വന്ന ശേഷം ജനാധിപത്യ അവകാശങ്ങൾക്കും പൗരസ്വാതന്ത്ര്യത്തിനും മതസ്ഥായ സ്വാതന്ത്ര്യത്തിനുമെതിരെ സ്വീകരിച്ച നടപടികളുടെ തുടർച്ചയായി മാത്രമേ ഉത്തരവിനെ കാണാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധി വന്നത് അടുത്ത കാലത്താണ്. ഈ വിധി പോലും കാറ്റിൽ പറത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2000 ഒക്ടോബറിൽ നിലവിൽ വന്ന IT ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് എന്ന കേന്ദ്ര സർക്കാർ വാദം യുക്തിരഹിതവും ജനങ്ങളെ കബളിപ്പിക്കുന്നതുമാണ്. കുറ്റകരമായ സന്ദേശങ്ങൾ കൈമാറുന്നതിന് തടവും പിഴയും നൽകുന്ന IT ആക്ടിലെ 66A വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചുകൊണ്ടായിരുന്നു. RSSനോടും BJPയോടും വിയോജിക്കുന്നവരുടെ പൗരാവകാശങ്ങൾ ഹനിക്കാനും മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിറങ്ങാനും ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ഉത്തരവ് പിൻവലിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ദിനകർ, അതായത് BJPയുടെ ഒരു വലയത്തിലേക്ക് ആളുകളെ, എതിർപ്പ് രേഖപ്പെടുത്തുന്നവരെ, മാധ്യമങ്ങളെ ഉൾപ്പെടെ പിടിച്ചുകെട്ടുക എന്നൊരു തന്ത്രമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? എല്ലാത്തരം ആളുകളും ഇതിനെതിരെ രംഗത്ത് വരണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ഉയർന്നത്. ഈ BJPയുടെ ഈ നീക്കത്തെ, കേന്ദ്രത്തിന്റെ നീക്കത്തെ ഏത് തലത്തിലാണ് കാണാൻ കഴിയുക? ഇതിനെ ഏത് നിലയിൽ പ്രതിരോധിക്കണം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതായത് സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധി വന്നത് അടുത്ത കാലത്താണ്. ആ വിധി പോലും കാറ്റിൽ പറത്തുന്ന സമീപനമാണ് ഇപ്പോൾ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്.
2000 ഒക്ടോബറിൽ നിലവിൽ വന്ന IT ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് എന്ന കേന്ദ്ര സർക്കാർ വാദം യുക്തിരഹിതവും ജനങ്ങളെ കബളിപ്പിക്കുന്നതുമാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. RSSനോടും BJPയോടും വിയോജിക്കുന്നവരുടെ പൗരാവകാശങ്ങൾ ഹനിക്കാനും മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പിൻവലിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ ഒട്ടാകെ രംഗത്ത് ഇറങ്ങണം എന്നാണ് മുഖ്യമന്ത്രി ആഹ്വാനം നൽകിയിരിക്കുന്നത്. അതല്ല എങ്കിൽ രാജ്യം മറ്റൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിന് BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി തയ്യാറാകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തമാണ്. ദിനറാണ് വിവരങ്ങൾ നൽകിയത്. പൗരന്മാരെ നിരീക്ഷണ വലയത്തിലാക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. ഉത്തരവ് പൗരസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും മേലെയുള്ള കടന്നാക്രമണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ വിവാഹിതനായി. തിരുവനന്തപുരം സ്വദേശിയായ ചാരുലതയാണ് സഞ്ജുവിന്റെ വധു. മാർ ഇവാനിയോസ് കോളേജിൽ സഹപാഠിയായിരുന്ന ചാരുലതയുമായി സഞ്ജു ദീർഘനാളായി പ്രണയത്തിലായിരുന്നു. പ്രണയം വീട്ടുകാർ സമ്മതം അറിയിച്ചതോടെ ഇരുവരും തമ്മിലുള്ള വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസൺ അങ്ങനെ ജീവിതത്തിൽ പുതിയ ഇന്നിംഗ്സിലേക്ക് കടന്നു. തിരുവനന്തപുരം സ്വദേശിയായ ചാരുലതയുമായി മാർ ഇവാനിയോസ് കോളേജിലെ പഠനകാലത്ത് ആരംഭിച്ച പ്രണയമാണ് 5 വർഷങ്ങൾക്കിപ്പുറം സഫലമായത്. തിരുവനന്തപുരത്ത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു വിവാഹം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു വിവാഹം നടന്നത്. ജീവിതത്തിൽ ഒന്നായതിന്റെ സന്തോഷവും ഇരുവരും പങ്കുവച്ചു. ഫാമിലീസ് മാത്രമാണ് പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ കുറച്ച് മെയിനായിട്ടുള്ള ചടങ്ങുകളായിരുന്നു. മാല താലി കെട്ടി അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീട്ടുകാരെല്ലാവരും സന്തോഷമായിട്ട് സമ്മതിച്ചതിന് എല്ലാവർക്കും സന്തോഷമാണ്. ഇതൊക്കെ തന്നെയാണ് വളരെ സന്തോഷം. നന്നായിട്ടെല്ലാം തീർന്നതിൽ സന്തോഷം. തിരുവനന്തപുരത്ത് വെച്ച് വൈകുന്നേരം വിവാഹ വിരുന്നും നടക്കും. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർക്കൊപ്പം തന്നെ രാഹുൽ ദ്രാവിഡ് അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങളും സൽക്കാരത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം ലയോള കോളേജിൽ 2ാം വർഷ MA വിദ്യാർത്ഥിനിയാണ് ചാരുലത. ഓസ്ട്രേലിയയെ ദക്ഷിണാഫ്രിക്കയെ ടീമുകൾ ഉൾപ്പെട്ട ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ A ടീമിൽ ഇടം നേടിയതിന്റെ സന്തോഷത്തിനിടെയായിരുന്നു സഞ്ജു തന്റെ വിവാഹകാര്യം ആദ്യം വെളിപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ ചീമേനി തുറന്ന ജയിലിലെ അന്തേവാസികൾ നിർമ്മിച്ച സിനിമകളുടെയും ഡോക്യുമെന്ററികളുടെയും പ്രദർശനോത്സവവും സാഹിത്യ കൂട്ടായ്മയും തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്നു. ഇരിങ്ങാലക്കുട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രസമാലിക ക്രിയേഷൻസ് ആണ് പ്രദർശനോത്സവം സംഘടിപ്പിച്ചത്. ജയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ജയിൽ പുലികളുടെ സിനിമാ സൃഷ്ടികളുടെ പ്രദർശനം നടക്കുന്നത്. ചീമേനി ജയിലിൽ നടത്തിയ ഫിലിം മേക്കിംഗ് കോഴ്സിൽ പങ്കെടുത്ത അന്തേവാസികളാണ് സിനിമകളിലും ഡോക്യുമെന്ററികളിലും അഭിനയിച്ചിരിക്കുന്നത്. തടവു പുലികളുടെ മാനസിക പരിവർത്തനത്തിനും കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനുമായി സർക്കാർ നടത്തുന്ന വിവിധ പദ്ധതികളിലൊന്നാണ് ഫിലിം മേക്കിംഗ് കോഴ്സ്. സംവിധായകനായ ചിദംബര പളനിയപ്പനാണ് കോഴ്സിന് നേതൃത്വം നൽകുന്നത്. ചീമേനി തുറന്ന ജയിലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും ABCD എന്ന ഹ്രസ്വചിത്രവും ജയിൽ അന്തേവാസികൾ ജയിലിനുള്ളിൽ വെച്ച് തന്നെയാണ് നിർമ്മിച്ചത്. ഇതിൽ 22 തടവുകാർ അഭിനയിച്ചു. ജീവപര്യന്തം ശിക്ഷയനുഭവിക്കുന്ന ഇരിങ്ങാലക്കുടക്കാരനായ ഷാത്തച്ചില്ലത്തെ തനിക്ക് ലഭിച്ച പരോൾ നാളുകളിൽ തിരക്കഥ എഴുതി നിർമ്മിച്ച നാഗം എന്ന ഹ്രസ്വ സിനിമ നിറഞ്ഞ പ്രേക്ഷക കൈയടിയിലാണ് പ്രദർശിപ്പിച്ചത്. പ്രശസ്ത സംവിധായകനായ രാജേഷ് നാണുവാണ് നാഗം സംവിധാനം ചെയ്തത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് നാഗം നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കവിയും തിരക്കഥാകൃത്തുമായ ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദക്ഷിണമേഖല ജയിൽ DIG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നിരൂപകൻ I ഷൺമുഖദാസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണ്ണൂരിലെ പ്രസിദ്ധമായ തെക്കുംപാട് കൂലോം തായ്ക്കാവിൽ ദേവക്കൂത്ത് അരങ്ങേറി. കേരളത്തിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന ഏക തെയ്യമാണ് ദേവക്കൂത്ത്. വൻ ജനക്കൂട്ടമാണ് ദേവക്കൂത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ഉത്തര മലബാറിലെ കളിയാട്ടക്കാവുകളിൽ ഏറെ പ്രത്യേകതകളുള്ള കാവാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്ത തെക്കുംപാട് കൂലം തായക്കാവ്. സ്ത്രീദൈവങ്ങളായി സ്ത്രീകൾ തന്നെ തെയ്യം കെട്ടിയാടുന്നതാണ് ദേവക്കൂത്ത്. 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ദേവക്കൂത്ത് കെട്ടിയാടാൻ 4ാം തവണയും നിയോഗം ലഭിച്ചത് പഴയങ്ങാടി മാടായി സ്വദേശി അംബുജാക്ഷിക്കാണ്. 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്നത്. 2 രാത്രി ഓല കൊണ്ട് മറച്ചു കെട്ടിയ പതിയിൽ തങ്ങിയ ശേഷം ഒടുവിൽ ദേവത നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങുന്നതോടെ ദേവക്കൂത്ത് ആരംഭിക്കുന്നു. പണ്ട് തെക്കുംപാട് അപ്സരസുകൾ വരുന്ന ഒരു പൂങ്കാവനമായിരുന്നു എന്നാണ് വിശ്വാസം. പൂ പറിക്കാനെത്തിയ ദേവതമാരിൽ ഒരാൾ ഇവിടെ പെട്ടുപോയെന്നാണ് ഐതിഹ്യം. ആ ദേവതയാണ് കാലങ്ങളായി കെട്ടിയാടുന്നത്. ഇവിടുത്തെ നാടിൻ്റെ സൗന്ദര്യവും മറ്റു പൂവിൻ്റെ ഇതെല്ലാം കണ്ട്
അതിൻ്റെ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് അവർ കുറേ സമയം വൈകിപ്പോയി. തിരിച്ച് ദേവലോകത്തേക്ക് പോകാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയും അതൊക്കെ കുറേ കഴിഞ്ഞ് നാരദൻ പ്രത്യക്ഷപ്പെട്ടവർക്ക് വസ്ത്രം നൽകി വീണ്ടും തിരിച്ച് ദേവലോകത്തിലേക്ക് പോകാൻ 3 ദിവസത്തോളം ഇവിടെ കഴിഞ്ഞുകൂടി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അതായത് ഇവിടെ കൂത്ത് കെട്ടി ആടിക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് ഇത്തവണയും ദേവക്കൂത്ത് കാണാനെത്തിയത്. ദേവക്കൂത്തിനെത്തിയാൽ അസുഖങ്ങൾ ഭേദപ്പെട്ട് ആരോഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ന്യൂട്രൻസ് ഇന്റർനാഷണൽ ബ്യൂട്ടി സ്കൂളിന്റെ നേതൃത്വത്തിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് 200 കുട്ടികൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകും. ഈ സൗജന്യ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കുമെന്നും ന്യൂട്രൻസ് ഇന്റർനാഷണൽ ബ്യൂട്ടി സ്കൂൾ MD ശാലിനി പറഞ്ഞു. കോസ്മെറ്റോളജി, ഹെയർ ടെക്നോളജി, ബ്യൂട്ടി കൾച്ചർ, സ്പാ തെറാപ്പി, മേക്കപ്പ് തുടങ്ങിയ കോഴ്സുകളും ഇവിടെയുണ്ട്. ഇന്റർനാഷണൽ ലെവൽ ബ്യൂട്ടി കോച്ചിങ്ങിൽ 5 വർഷത്തെ സേവന പാരമ്പര്യം ന്യൂട്രൻസിനുണ്ട്. കേരളത്തിലെ മാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ച ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവം മെഗാ സമ്മാനം സിനിമാ താരം നിവിൻ പോളി കൊല്ലം സ്വദേശി ചന്ദ്രബാബുവിന് സമ്മാനിച്ചു. കല്യാൺ ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്ത 1 കോടി രൂപയുടെ ഫ്ളാറ്റാണ് അപകടത്തെ തുടർന്ന് ശരീരം പാതി തളർന്ന കൊല്ലം വടമൺ സ്വദേശി ചന്ദ്രബാബുവിന് സമ്മാനിച്ചത്. കേരളത്തിലെ പത്ര, ടെലിവിഷൻ, ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയും വ്യാപാരി സമൂഹവും ചേർന്ന് സംഘടിപ്പിച്ച GKS ഇവന്റ് പ്രഥമ പതിപ്പിന്റെ പ്രതികരണമാണ് ഇത്. ചെറിയ കടകൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ മേളയിൽ പങ്കാളികളായി. ആകെ 4 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് GKSU നൽകിയത്. 25 വർഷം മുമ്പ് ആൻഡമാൻ നിക്കോബാറിലെ നിർമ്മാണ പ്രവൃത്തിക്കിടെ സംഭവിച്ച അപകടത്തെ തുടർന്നാണ് ചന്ദ്രബാബുവിന്റെ ശരീരം തളർന്നത്. കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് വീടൊരുക്കി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ നിർവഹിച്ചു. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദർശനയാണ് ഒലവക്കോട് മേലേപ്പുറം സ്വദേശി ശ്രീദേവിക്കും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകിയത്. മഴക്കാലത്ത് ഇവരുടെ വീട് പൂർണ്ണമായും തകർന്നു വീണിരുന്നു. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ചേർന്നതാണ് വീട്. 18 ദിവസം കൊണ്ടാണ് വീട് പൂർണ്ണമായും നിർമ്മിച്ചു നൽകിയത്. ഇതിപ്പം പ്രധാനമായിട്ടും വളരെ പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളൊരു ക്രൈറ്റീരിയ ആയിരുന്നു. നമ്മൾ ഈ പ്രളയശേഷമുള്ള അല്ലെങ്കിൽ മഴക്കെടുതികൾക്ക് ശേഷമുള്ള ഒരു പുനർനിർമ്മാണം എന്നുള്ള നിലയ്ക്ക് അതൊരു പ്രധാന ക്രൈറ്റീരിയ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദപരമായിട്ട് നമുക്കിപ്പോൾ ഉള്ള നിലവിലുള്ള മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ അത് 18 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വീട് പൂർത്തിയാക്കിയത്. നിർമ്മാണം ഏതാണ്ട് ഫിനിഷിംഗ് സ്റ്റേജിൽ തന്നെ പൂർത്തിയാക്കിയത് 18 ദിവസം കൊണ്ടാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദനിൽ നിന്ന് ശ്രീദേവിയും കുടുംബവും വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. തലചായ്ക്കാൻ ഇടമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന കുടുംബത്തിന് പുതിയ വീട് ലഭിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷമായി. 5 മാസം ആയി വീട് വീണിട്ട് 18 ദിവസം കൊണ്ട് അവരെല്ലാം ശരിയാക്കി തന്നു. കഴിഞ്ഞ മാസം 10-ാം തീയതിക്കാണ് തുടക്കം തുടങ്ങിയത്. ഈ 10-ആകുമ്പോഴേക്ക് വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദർശനയുടെ ആദ്യ ഉദ്യമമാണിത്. കൂടുതൽ പേർക്ക് സഹായമൊരുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാസർഗോഡ് ചെർക്കള ടൗണിലെ പൊളിച്ചു നീക്കിയ ട്രാഫിക് സർക്കിളിന്റെ പുനർനിർമ്മാണം വൈകാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചതായി മന്ത്രി G. സുധാകരൻ. നിർമ്മാണം കരാർ എടുക്കുന്നത് തടസ്സപ്പെടുത്തുകയാണ് ചില നിക്ഷിപ്ത താൽപര്യക്കാർ. എസ്റ്റിമേറ്റ് തുക ഉയർത്തി റീടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ദേശീയപാതയോട് ചേർന്നുള്ള ചെർക്കള ടൗണിൽ റോഡുകളുടെ വികസനം നടപ്പാക്കിയ ഘട്ടത്തിലാണ് ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി ട്രാഫിക് സർക്കിൾ നിർമ്മിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചത്. മുൻ സർക്കാരിന്റെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ട്രാഫിക് സർക്കിൾ ഗതാഗത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ പിന്നീട് പൊളിച്ചുമാറ്റി. പൊതുമരാമത്ത് മന്ത്രി G. സുധാകരന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ട്രാഫിക് സർക്കിൾ പൊളിച്ചുമാറ്റിയത്. 40 ലക്ഷം രൂപ ചെലവിൽ പുതിയ ട്രാഫിക് സർക്കിൾ നിർമ്മിക്കാൻ അനുമതി നൽകിയെങ്കിലും ടെൻഡർ ഏറ്റെടുക്കാൻ കരാറുകാരും തയ്യാറായില്ല. ഇതിനു പിന്നിൽ ഏതോ ലോബിയുടെ സമ്മർദ്ദമുണ്ടായിരുന്നതായി മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ഗവൺമെന്റ് ഭാഗത്തിന് വീഴ്ചയുണ്ടായില്ല. ഉടൻ തന്നെ 40 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് അയച്ചു. അത് ഞാൻ സാങ്ഷനും കൊടുത്തു. പക്ഷെ ടെൻഡർ പിടിക്കാനാണല്ലോ 4 തവണ ടെൻഡർ പിടിക്കാൻ ആളില്ല. അതാണ് പ്രശ്നം. ടെൻഡർ പിടിക്കാൻ ആരെയും സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തുന്ന ലോബി അവിടെ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. നിർമ്മാണ പ്രവൃത്തി 1 വർഷം വൈകിയതോടെ ഇപ്പോൾ എസ്റ്റിമേറ്റ് തുക 75 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു.
ഇനിയെങ്കിലും നിർമ്മാണം ഏറ്റെടുക്കുവാൻ കരാറുകാർ മുന്നോട്ട് വരണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി DPR ഉണ്ടാക്കി. ഇപ്പം 75 ലക്ഷത്തിന്റെ ഫൈനാൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ എസ്റ്റിമേറ്റ് ആണ്. പിടിക്കണം, നന്നായിട്ട് ചെയ്യണം. ചെർക്കള ട്രാഫിക് സർക്കിൾ പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതാ മതിലിന്റെ പ്രചരണ ഭാഗമായി കോഴിക്കോട് വനിതകളുടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പവർ ലിഫ്റ്റിംഗ് ഏഷ്യൻ സ്വർണ്ണ മെഡൽ ജേത്രി MM ദിൽന, ഖേലോ ഇന്ത്യ താരങ്ങളായ അഭിരാമി, സജ്ന സന്തോഷ്, ഇന്ത്യൻ കോച്ച് ഷമി തുടങ്ങിയവർ പങ്കാളികളായി. വനിതാ മതിൽ വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട്ടെ സ്ത്രീകൾ. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ മതിൽ പ്രചരണാർത്ഥമുള്ള കൂട്ടയോട്ടത്തിൽ 200-ലേറെ വനിതകളാണ് പങ്കാളികളായത്. വനിതാ മുന്നേറ്റത്തിനായി സംഘടിപ്പിക്കുന്ന വനിതാ മതിലിൽ പങ്കാളികളാവാൻ ഏറെ ഉത്സാഹത്തിലാണ് സ്ത്രീകൾ. ഇപ്പം നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പങ്കാളിത്തം തന്നെ. പിന്നെ നമ്മൾ കുറച്ച് എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് ഇതിലും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കാമായിരുന്നു. വനിതാവിൻ്റെ വൻ വിജയമായി തന്നെ കോഴിക്കോടും കേരളത്തിലൊക്കെ വൻ വിജയമായിരിക്കുമെന്ന്. എല്ലാ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണിത്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഇതിൽ ഉൾക്കൊള്ളണം. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി കോഴിക്കോട് കൃഷ്ണമേനോൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിൽ വനിതാ കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. മാനാഞ്ചിറ കിഡ്സ് ആൻഡ് കോർണറിലാണ് വനിതാ കായിക താരങ്ങളടക്കം അണിനിരുന്ന വനിതാ മതിൽ പ്രചരണ കൂട്ടയോട്ടം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആരോ കണ്ടു പറഞ്ഞു സ്ത്രീകൾ അബലകളെന്ന്, ആചാരങ്ങൾ പറഞ്ഞു സ്ത്രീകൾ അശുദ്ധരെന്ന്. വനിതാ മതിലിന് പിന്തുണയുമായി ചിത്രകാരി ദുർഗാ മാലതി രംഗത്ത്. വാക്കുകളിലേക്ക്. ഉത്തരേന്ത്യയിലൊക്കെ ജയ് ശ്രീറാം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പേടി സ്വപ്നം ഉളവാക്കുന്ന ഒരു പദമാണ്. അതുപോലെ കേരളത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ അല്ലെങ്കിൽ സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പേടി സ്വപ്നമാക്കി തീർക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കാലഹരണപ്പെടേണ്ടതായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പരസ്യമായിട്ട് സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള കലാപങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളുടെ വിശ്വാസത്തെ വച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. ഇതിനെതിരെയുള്ള ഏതൊരു സമരത്തിലും പങ്കാളികളാവേണ്ടത് ഒരു സ്ത്രീ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ നവോത്ഥാന കേരളത്തിലെ ഒരു വ്യക്തി എന്നുള്ള നിലയിലും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. വനിതാ മതിലിന് പിന്തുണയുമായി ഖദീജ മുംതാസ്. സവർണ മേൽക്കോയ്മയുടെ ജാതീയമായിട്ട് താണ ആളുകളുടെ ഒരു അവകാശങ്ങളെ കൂടി നിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കടന്നുകയറ്റത്തിനുള്ള ഒരു ഉപകരണമാക്കുകയാണ് ശബരിമലയെ. ഒരുപക്ഷെ രാമക്ഷേത്രം പോലെ തന്നെ, ബാബറി മസ്ജിദ് പോലെ തന്നെ കേരളത്തിൽ അതുപോലെ ഒരു കേന്ദ്രമാക്കിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുകയും ആ വഴിയിലൂടെ സവർണ ആധിപത്യത്തിന് ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കുകയും ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇതെല്ലാം ഒരു ജാതിയുടെ ഒരു മതത്തിൻ്റെയോ പ്രശ്നമല്ല. ജനാധിപത്യ വിശ്വാസം ഉള്ള സ്ത്രീയുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ള എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. കാനനവാസനായ അയ്യപ്പന്റെ കൂട്ടുകാരാണ് കാട്ടുമൃഗങ്ങളും. ശബരിമലയിലെത്തുന്ന ഭക്തന്മാർക്ക് അയ്യപ്പ ദർശനത്തിനൊപ്പം കാട്ടുമൃഗങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന സ്ഥിരം കാഴ്ചകൾ കൂടിയാണ്. ശബരിമല വിശേഷങ്ങൾ കോ-പവേർഡ് ബൈ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂരിന്റെ ചിറകിൽ നവകേരളം പറക്കും. കാനനപാതയിലെ കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം പകർത്തുവാനുള്ള കാത്തിരിപ്പാണിത്. ഉറക്കമൊഴിച്ച ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പ്. എന്നാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് കാത്തിരുന്നതൊന്നും വെറുതെ ആയില്ല.
4 ദിവസം ഉറക്കം കളഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ കാട്ടാനക്കൂട്ടം നമുക്ക് മുന്നിലെത്തിയത്. എന്നാൽ ക്യാമറ കണ്ടത് അവർക്ക് അത്രയങ്ങ് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ 2 പേർ മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യാനും തയ്യാറായത്. മണ്ഡലകാലം ആരംഭിച്ചാൽ അയ്യപ്പ സന്നിധിയിലെ സ്ഥിരം കാഴ്ചയാണ് കാട്ടാനകൾ. കൂട്ടമായും ഒറ്റയ്ക്കും എത്താറുള്ള ഇവർ ആർക്കും ഒരു ശല്യവുമില്ലാതെ വന്നു മടങ്ങും. ഞങ്ങൾക്കൊന്നും ശല്യമല്ല സാർ. പിന്നെ പേടിച്ചിട്ടുണ്ടാവും. എല്ലാ ദിവസവും പറയാൻ പറ്റില്ല സാർ. 3 ദിവസം കഴിഞ്ഞിട്ട് വരാം, പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ആനകൾക്കൊപ്പം ഒരു സംഘം പന്നികളും ഉണ്ടായിരുന്നു. പക്ഷേ പന്നിക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഇവർക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അയ്യപ്പ സന്നിധി ആയതുകൊണ്ട് തന്നെ ആനക്കൂട്ടത്തിന്റെ നേർക്കുനിന്നുള്ള പോരാട്ടമായിരുന്നു ഞങ്ങളുടെ ക്യാമറമാൻ അഖിലേഷിന്റേത്. ചങ്കിടിപ്പോടെ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുമ്പോൾ ചങ്കുറപ്പോടെ ആനക്കൂട്ടം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അയ്യപ്പ സന്നിധിയിലെത്തിയ കാട്ടുപന്നികൾക്കും കാട്ടാനക്കൂട്ടത്തിനും ആ ചിത്രങ്ങളൊക്കെ പകർത്തിയ ക്യാമറമാൻ അഖിലേഷിനുമൊപ്പം റിനു ശ്രീധർ.